ഹായ് ഹലോ. ഞങ്ങൾ 3 പേരും കൂടി അമ്മ വീട്ടിലോട്ട് പോവുക കേട്ടോ. അതായത് വള്ളിക്കീഴിലോട്ട് പോവുക. അപ്പം നമുക്ക് പോയിച്ച് വരാം. അപ്പോൾ ഇനി അവിടുത്തെ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഐശ്വര്യ വന്നിട്ട് 2-3 ദിവസമായി. അന്നേരം നമുക്ക് അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം മഴയൊന്നും ഇല്ല. അപ്പം എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അമ്മ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് പുരയിടം കിടപ്പുണ്ട്. അപ്പോൾ കാർ ഐശ്വര്യ അങ്ങോട്ടങ്ങ് കയറ്റി. അപ്പോൾ അമ്മുമ്മ ഗേറ്റ് തുറക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഗ്ലാസ് താത്തിട്ടിട്ട് പറയുന്നുണ്ട്. അമ്മുമ്മ അതൊന്നും കേൾക്കുന്നില്ല. അമ്മുമ്മ നല്ല ആരോഗ്യം എടുത്ത് ആ ഗേറ്റ് ഭയങ്കരമായിട്ട് തള്ളി തുറക്കുക കേട്ടോ. പുറകിൽ കേശുകൂട്ടനെ നിൽപ്പുണ്ട്. കുഞ്ഞാമ്മയാണെങ്കിൽ അപ്പോഴത്തേക്കിനും എൻ്റെ കയ്യിലിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തെത്താറായപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓടി വന്നതാണ്. നേരത്തെ കുട്ടി പറഞ്ഞില്ല ഞങ്ങൾ വരുമെന്നുള്ള കാര്യം. അങ്ങനെ ഓടി ഇറങ്ങി വന്നതാ കേട്ടോ. ഞങ്ങളങ്ങോട്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ കൂട്ടിനകത്ത് കുട്ടു ഉണ്ട് കേട്ടോ. ഇവൻ്റെ പേര് കുട്ടു എന്നാണ്. അപ്പം എന്നെ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ തുറിച്ച് നോക്കുമോ. ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ എന്നെ തുറിച്ച് നോക്കുന്നു. പക്ഷേ കൈയൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴുണ്ടല്ലോ വലിയമ്മച്ചി പാല് സർബത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കേശു പറഞ്ഞ്. അങ്ങനെ താണ്ട ഞങ്ങൾ അറിയാതെ വന്നതല്ലേ. അപ്പോൾ താണ്ട ഈ ചരുവത്തിൽ കാണുന്നതാണ്ട ഇതൊരു കളറ് കലക്കി ഇങ്ങനെ പാലില്ല പച്ചവെള്ളത്തിനകത്ത് ഇങ്ങനെ കലക്കി വെച്ചേക്കുക. അങ്ങനെ പിന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ മേടിച്ച് കുടിച്ച്. ചക്കവറ്റലുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ അതുമൊക്കെ കഴിച്ചിട്ട് പിള്ളേർ കുറേ നേരം കളിച്ച് 2 പേർക്കും ഭയങ്കര സന്തോഷമായി. കേശുക്കുട്ടന് ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കുഞ്ഞാമ്മിയെ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും പല കളറായിട്ട് ചുറ്റിയടിക്കുന്ന സ്പീക്കറൊക്കെ ഓൺ ചെയ്ത് ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേശുക്കുട്ടന്. അങ്ങനെ കുഞ്ഞാമ്മി അതിൻ്റെ ഒപ്പത്തിന് ഒരു കുടയും എടുത്ത് വെച്ചിട്ട് കളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് ചോറും ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങളവിടെ കിടന്ന്. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് കുറച്ച് മുരിങ്ങിക്ക പിച്ചാൻ ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ മുരിങ്ങിക്ക പിച്ചിയപ്പോഴത്തേക്കിനും ആ കമ്പി ഞൊടിഞ്ഞ് വീണ്. അങ്ങനെ ഞങ്ങൾ മുരിങ്ങിക്കായും കൂട്ടത്തിൽ അമ്മ ചക്കയും ഒക്കെ തന്ന്. അങ്ങനെ ചക്ക അവിടുത്തെ അല്ല കേട്ടോ, അമ്മയ്ക്ക് വേറെ കിട്ടിയതാണ്. അങ്ങനെ ആ ചക്കയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാം എടുത്ത് വെച്ച് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ടെല്ലാം എടുത്ത് വെച്ച് പിന്നെ അമ്മയും കേശുക്കുട്ടനെയും ഞങ്ങളുടെ കൂടെ വരുന്നോന്ന് ചോദിച്ചപ്പോൾ ആദ്യം വരുന്നില്ലെന്നാണ് പറഞ്ഞത്. കുഞ്ഞിന് ഡാൻസൊക്കെ ഉള്ളതുകൊണ്ട് പാടാണ്. എന്നാലും ഞങ്ങൾ പിന്നെ നിർബന്ധിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ 2 പേരും വന്നു കേട്ടോ. അങ്ങനെ അമ്മൂമ്മയും കേശുക്കുട്ടനെയും കാറിൽ കയറ്റി ഞങ്ങൾ ഉളിയക്കോവിലേക്ക് പോവുക. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ 3 പേരായിരുന്നു. തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പം 2 പേരെ കൂടെ കിട്ടി.
അങ്ങനെ നമ്മുടെ ഉളിയക്കോവിൽ വന്നതിന് ശേഷം പിറ്റേന്ന് ഞങ്ങൾ വൈകുന്നേരത്ത് ഞങ്ങൾ സിനിമ കാണാൻ പോയി. ദൃശ്യം 3 കാണാൻ പോയതാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഞായറാഴ്ചയായപ്പോൾ അവർ പോവുക. വൈകുന്നേരത്ത് കേശുകുട്ടനും അമ്മൂമ്മയും തിരിച്ചു പോവുകയാണ്. അവ കൊണ്ടുപോകാനായിട്ട് കേശുകുട്ടൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പം ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉച്ചകാലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദാണ്ട സന്ധ്യയായി, വിളക്കൊക്കെ കത്തിച്ച് അതിന് ശേഷം അമ്മയും കേശുകുട്ടനും തിരിച്ചു പോവുക കേട്ടോ. കേശുകുട്ടന് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ടാണ് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസത്തോടെ നിന്നേനെയായിരുന്നു. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.